ഇപ്പോൾ തിരുവനന്തപുരത്ത് SFIയുടെ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. അതിനിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. സമരം പ്രധാനമന്ത്രിക്ക് എതിരെയാകുമെന്ന് കണ്ടപ്പോഴാണ് രാജി എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. വിദ്യാർത്ഥികൾ നടത്തിയത് ഐതിഹാസിക പോരാട്ടമാണ് എന്നുൾപ്പെടെയുള്ള KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ രാജീവ് ചന്ദ്രശേഖർ അപഹാസ്യനായി എന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ സംസ്ഥാനത്തും സ്വാഭാവികം എന്ന ഈ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ജന്തർ മന്ദറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ നിന്ന് B. ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ നമുക്ക് എവിടെയും കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഒരു ഐതിഹാസിക വിജയമായാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന എല്ലാവരും വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള കൊടികൾ നമുക്കിവിടെ കാണാം. ഈ പ്രത്യക്ഷത്തിൽ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ഈ സമരവേദിയിൽ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജന്തർ മന്ദറിലെ വിജയവേദിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പതാക നമുക്ക് കാണാം. നേരത്തെ ഇടത് MP-മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം എതിരാളികൾക്ക് ലഭിച്ച ഒരു സംഭവമായി ഇതിനെ വിലയിരുത്താം. കാരണം അവസാന നിമിഷം വരെയും ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ വിദ്യാർത്ഥികളുടെ ശക്തിക്ക് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ത്യൻ ജൻസി സമരത്തിൻ്റെ ഒരു പതിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഈ സംഘർഷം കൈവിട്ടു പോയില്ല എന്നത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് സമാധാനപൂർണ്ണമായി ഒരു മന്ത്രിയുടെ, അതായത് വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർത്തുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന, ചരിത്രത്തിലെ തന്നെ വലിയ അഴിമതി മുങ്ങിക്കുളിച്ച ഒരു മന്ത്രി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് പ്രതിപക്ഷ പാർട്ടികളുടെയും ഈ വിദ്യാർത്ഥികളുടെയും വലിയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് കാണാം എവിടെയും ഈ വലിയ വിജയാഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ദേശീയ പതാക, യൂത്ത് കോൺഗ്രസിൻ്റെ പതാക, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പതാകകൾ ഒക്കെ വഹിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ആഹ്ലാദ പ്രകടനത്തിനാണ് ഇപ്പോൾ ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കുന്നത്. ജന്തർ മന്ദർ റോഡാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്. ഈ ആളുകളോട് പിരിഞ്ഞു പോകണമെന്ന് ഈ അഭിജിത് ദീപ്ക ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആളുകൾ ഇപ്പോഴും ജന്തർ മന്ദറിൽ തന്നെ തുടരുകയാണ്. ഏതായാലും ഈ ഐതിഹാസികമായ ഈ സമര വിജയത്തെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും. ജന്തർ മന്ദറിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.